പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതിദിനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണ് കണ്ട് കുടു 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 തുള്ളു. ഈ കണ്ണ് തന്നെ തുള്ളട്ടെ. ഇടത്തെ കണ്ണ് തുള്ളിയാൽ ഇണയെ കാണുന്നാണ് പറയാ. ഒരു പാട്ടില്ലേ, പൊട്ടണ് പൊട്ടണ് എൻ മനം പൊട്ടണ്, അത് കണ്ണ് അതും ഇതും തമ്മിലൊരു ബന്ധമില്ല. വേറൊരു പാട്ടാളെ, എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, അങ്ങനെയുണ്ടൊരു പാട്ട്. എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു, പഞ്ചബാണനെഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ല. എന്നിട്ടാണ് പ്രായമൊക്കെ കഴിഞ്ഞു പോയി. അയ്യ പാട്ട് എന്നെ കുറിച്ച് അത് 10-18 വയസ്സായിട്ടുള്ള അതന്നെ. ഇനിയാണ് ഇണയനെ കാണുന്നത്. അതെ, നമ്മുടെ കൂടാരത്തിലിരുന്നിട്ടാണ്. നമസ്കാരം. ഇതൊക്കെ അതിലുള്ളതാണോ? ഇത് ഞാൻ വെറുതെ നന്നായി. അതെ, നമ്മുടെ കുടിലിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടാ. കുടിലല്ല, കൂടാരത്തിലിരുന്നിട്ട്. തുടങ്ങും. ഞാനിതൊക്കെ ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞേ. ഫസ്റ്റത്തെ എസ് ബൈഷി. അമ്മയുടെ കൈപുണ്യത്തിൻ്റെ ഗന്ധമുള്ള ഒരുപിടി ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം മനസ്സിനെ പൊള്ളിക്കുന്നത് മുറ്റത്തെ മുരിങ്ങമരവും ആ ഇലകൾ കൊണ്ട് തോരനുമാണ്. വെറുമൊരു കറിയല്ലായിരുന്നു അത്, മറിച്ച് സ്നേഹം ചേർത്ത് വേവിച്ചെടുത്ത അമ്മയുടെ ഹൃദയമായിരുന്നു. പകൽ മുഴുവൻ പണിയെടുത്ത് തളർന്നാലും മുറ്റത്തെ മുരിങ്ങമരത്തിൽ നിന്നും ഇലയൊരിഞ്ഞ് തരുമ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കമുണ്ടാകും. ഓരോ ഇലയും ഞെട്ടറ്റെടുക്കുമ്പോൾ അമ്മ പറയാറുള്ള കഥകൾക്ക് മുരിങ്ങയിലയുടെ തന്നെ രുചിയായിരുന്നു. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ മൂക്കുമ്പോൾ പടരുന്ന ഗന്ധം ഇന്നും മൂക്കിലുണ്ട്. തേങ്ങയും കാന്താരിമുളകും ചതച്ചു ചേർത്ത് ആവി പറക്കുന്ന മുരിങ്ങയില തോരൻ ചോറിനൊപ്പം വിളമ്പുമ്പോൾ ആ തളികയിൽ വിരിയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിരുന്നായിരുന്നു. ആ പഴയ അടുക്കളയും ചീനച്ചട്ടിയും അമ്മയുടെ വിറകടുപ്പും അപ്രത്യക്ഷമായി. പക്ഷേ കണ്ണടയ്ക്കുമ്പോൾ ഇന്നും കാണാം തൻ്റെ പ്ലേറ്റിലെ തോരൻ മുഴുവൻ മക്കൾക്ക് വാരിക്കൊടുത്ത് ബാക്കിയുള്ള ചീനച്ചട്ടിയിൽ ഇത്തിരി ചോറിട്ട് കഴിക്കുന്ന അമ്മയെ. ആ ചീനച്ചട്ടിയിലെ വറ്റുകൾക്ക് അമ്മയുടെ വിയർപ്പിൻ്റെ ഉപ്പുരസമായിരുന്നു. കാലം ഒരുപാട് മാറിപ്പോയി. ഇന്ന് അമ്മയുമില്ല, ആ മുരിങ്ങമരവുമില്ല. പക്ഷേ ഓരോ മുരിങ്ങയിലെ തോരൻ കാണുമ്പോഴും അറിയാതെ കണ്ണു നിറയുന്നു. അത് വെറുമൊരു കറിയല്ല, നഷ്ടപ്പെട്ട കാലത്തിൻ്റെ, പെയ്തൊഴിഞ്ഞ സ്നേഹത്തിൻ്റെ ബാക്കിപത്രമാണ്. അമ്മേ, ആ ഒരു ഉരുള ചോറ് ഉണ്ണാൻ ഇനിയൊരു ജന്മം കൂടി ബാക്കിയുണ്ടായിരുന്നെങ്കിൽ. എന്താ പറയുക, വേദനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മനസ്സിനെ വിങ്ങൽ ഉണ്ടാക്കുന്ന ഒരു വരികൾ അല്ലേ എഴുത്ത്. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അമ്മമാരെ ഓർമ്മകൾ വേദനിപ്പിക്കുന്നത് തന്നെയാണ് കേട്ടോ. സക്കീന റസാഖ്. അജുവേട്ടൻ്റെയും സരിതയുടെയും വീഡിയോ കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. അജുവേട്ടൻ്റെ സംസാരം കേൾക്കുമ്പോൾ എൻ്റെ ഇക്കാടെ സംസാരം പോലെയാണ്. കുറെ ചിരിക്കും. കണ്ടിട്ട് ഞാൻ ബഹ്റിനിൽ നിന്നാണ്. കമന്റ് വായിക്കുമ്പോൾ ഒരു ഹായ് തരൂ അജുവേട്ടാ. പിന്നെന്താ, ഇഷ്ടംപോലെ ഒരു ഹായ് ആക്കണ്ടല്ലേ. സൂസൻ ജോസഫ്. ഹായ് അജു ആൻഡ് ഫാമിലി. I like this curry very much and add drumsticks as well, or drumsticks leaves add plus unakamin fry, very tasty. In UK nothing, no chakkakuru, no chakka, no kuru alla, very expensive in here. I hope you will read my comments, thank you. ചക്കയും ചക്കൂരൊക്കെ അവിടെ UK കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ലേ പറയണത്, വിലയും കൂടുതലാണെന്നല്ലേ. എന്തായാലും നമുക്ക് ഇവിടെ ഒരു വിലയില്ല, അവിടെ ഉള്ളവരാണ് ഇപ്പോൾ ഈ മുരിങ്ങക്കായും മുരിങ്ങലയും ഈ ചക്കയും ചക്കൂരും ഇതൊക്കെ ഇതിനെ കഴിക്കുമ്പോൾ അവിടെ ഉള്ളവരാണ് വിഷമിക്കുന്നത് കൂടുതൽ. നാസർ നെച്ചിക്കാടൻ. ഐ എം എൻ എക്സ്പേർട്ട്, ഐ ഓൾവേസ് വാച്ച് യുവർ വീഡിയോ, ഐ റിയലി ലൈക്ക് യുവർ ടോക്സ് ആൻഡ് ഓൾ യുവർ വീഡിയോ. ഐ എം എൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിലാണ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞില്ല. അതെന്തായാലും ഞാൻ സന്തോഷം പറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. റേച്ചൽ ഫിലിപ്പ്. യെസ്, വെരി ടേസ്റ്റി ഫുഡ്. വി ലൈക്ക് വെരി ടഫ് ടു ഗെറ്റ് ദിസ് ലീഫ് മുരിങ്ങ. വി ആർ പേയിങ് too much dollars. You are very lucky to have all these things. So happy to see your video.
മുരിങ്ങയിലേക്ക് ഭയങ്കര ഡോളർ കൊടുക്കണം അത് വേറെ എവിടെ നിന്നാണ്. അടുത്തത് വിമല. അജൂസ് ഫാമിലി മെമ്പേഴ്സ് സരിത, ഇന്നത്തെ വീഡിയോ ആ പഴയ കാലത്തേക്ക് ഒന്നുകൂടി കൊണ്ടുപോയി. നന്ദി അജു ബ്രോ. എൻ്റെ അമ്മയുടെ സ്ഥിരം കറിയായിരുന്നു മാങ്ങ ചക്കക്കുരു കറി, മുരിങ്ങയിലെ തോരൻ. ചക്കക്കുരു മാങ്ങ മാത്രം, പരിപ്പിടില്ല. നല്ല കറിയാണ്. പരിപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പരിപ്പിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകുറുവത്. പരിപ്പിടാണ്ടാണെങ്കിൽ ചക്കക്കുരു മാങ്ങയും ചക്കക്കുരുവിനുണ്ടല്ലോ ഒരു കൊഴുപ്പ്, അതൊരു ഇത് വരും. ചക്കക്കുരു അപ്പോൾ കൂട്ടാൻ ടേസ്റ്റ് വരും പരിപ്പിട്ടില്ലെങ്കിലും. പിന്നെ ബ്രോ പറഞ്ഞതുപോലെ ചക്കക്കുരു ഇഷ്ടമല്ല എനിക്ക്, കഴിക്കും, വേറെ ഒന്നും കാണില്ല. അപ്പം കഴിക്കുന്നു, വേറെ ഒന്നുമില്ല. പുളിങ്കുരു തിന്നാൻ അമ്മ സമ്മതിക്കില്ല. എൻ്റെ കൂട്ടുകാർ സ്കൂളിൽ കൊണ്ടുവരും. കുതിർത്ത പുളിങ്കുരു തേങ്ങാപ്പൂള് കൂട്ടി തിന്നും. എത്ര മധുരമുള്ള മനോഹരമായ ഓർമ്മകൾ. ഇതൊക്കെ ഒരു ചാനൽ വഴി ഓർത്തെടുക്കാൻ കഴിഞ്ഞു. സന്തോഷം, നല്ലത് മാത്രം വരട്ടെ. ജിഷ വിനോദ്. അയ്യോ മുരിങ്ങയില, അവിടെ വന്നാൽ മുരിങ്ങയില തരുമോ? എന്താ സുമതി മണി. അജുവിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു, ഇവിടെ കൃഷ്ണേട്ടനെ ഓർമ്മ വരുന്നു. ഭാര്യയെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. മുറ്റമടിക്കും, തുണി കഴുകും, ചെറിയ കറികളും വെക്കും. പെണ്ണ് കൃഷ്ണൻ എന്നാണ് വിളിക്കുക. ആളെ പെണ്ണ് കൃഷ്ണൻ വിളിക്കുക. ആള് വീട്ടിലത്തെ എല്ലാ പണികളും ഭാര്യക്ക് ചെയ്യേണ്ട പണികളൊക്കെ ആള് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. ആളെ പെണ്ണ് കൃഷ്ണനെ വിളിക്കാന്ന്. അതെ, എന്താലേ, ആളൊക്കെ കാലത്തിന് മുന്നേ ഓടിയിട്ടുള്ള ആളാണ് എന്നാണ് വിളിക്കുക. മടക്കി കുത്തില്ല, മുണ്ട് മടക്കി കുത്തില്ല എന്നാവും. ശരി, മുണ്ട് മടക്കി കുത്തില്ല. മേളിൽ നേർത്ത ഇടും. തോളില് തോർത്തിടുന്നു. തോർത്തിടുന്നല്ലേ? സോറി ഇട്ട ചേച്ചി. അതെ, നമ്മള് ആണുങ്ങള് ചെയ്യണ പെണ്ണുങ്ങളുടെ പണികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പണികൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അടുക്കള പണി, കൂട്ടാവെപ്പ്, ഇങ്ങനെ ക്ലീനിങ്, അടിക്കുക, തുടക്കുക, അലക്കുക, അങ്ങനത്തെ പണികളൊക്കെ. ഇതാണുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ കളിയാക്കും. പെണ്ണുകുഞ്ഞായി എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അയ്യേ പെൺകോന്തൻ, ഭാര്യരെ പിന്നെ അടിമ എന്നൊക്കെ പറഞ്ഞ്. അതേസമയം ആണുങ്ങൾ ചെയ്യണ കാര്യങ്ങൾ പെണ്ണുങ്ങൾ ചെയ്ത് നോക്കിയാ, ലോറി ഓടിച്ചു, JCB ഓടിക്കുക, തെങ്ങുമ്മ കയറുന്ന ആളെയരട്ടു, അങ്ങനെയൊക്കെ ഉള്ള ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വാനോളം പ്രശംസയും കിട്ടും അല്ലേ? ആണുങ്ങള് അതെന്താ അങ്ങനെ? സത്യത്തില് തിരിച്ചാണ് അല്ലേ? ആണുങ്ങള് പെണ്ണുങ്ങളെ സഹായിക്കുന്ന പണികളുണ്ടെങ്കിൽ അവര് പെൺകോന്തെന്ന് വിളിക്കരുത്. അത് ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെ ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒരേപോലെ 50-50 അങ്ങനെയാണ് ചെയ്യണേ. ആണുങ്ങൾ ജോലിക്ക് പോയിട്ട് പെണ്ണുങ്ങൾ പുറത്തേക്ക് ജോലിക്ക് പോവാണ്ട് വീട്ടിലിരിക്കുന്നവര്, പിന്നെ ആണുങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലത്തെ പണികൾ ചെയ്യിപ്പിക്കണതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടാ. അത് ശരിയല്ല അല്ലേ? അവർ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അത്രയും സമയം പെണ്ണുങ്ങൾക്ക് ഇവിടെ ഫുൾ ടൈം സമയം ഉണ്ടല്ലോ. ആ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാം, ഇഷ്ടമാണെങ്കിൽ, അവർക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ. ചിലവർക്ക് ഇപ്പോൾ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മീൻ നന്നാക്കൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, മീൻ നന്നാക്കൽ, നാളികേരം ചെറുകിൽ, അങ്ങനത്തെ പണികളൊക്കെ ചേട്ടന് ഇഷ്ടമാണ് ചെയ്യാൻ അല്ലേ? അത് പാത്രം കഴുകുമ്പോൾ, സരിത പാത്രം അരച്ച് കഴുകുമ്പോൾ അത് കഴുകി മോറി കൊടുക്കാൻ. അത് വല്ലപ്പോഴും വരാം. അത് ചേട്ടന് ഇഷ്ടമൊന്നുമില്ല, ഇഷ്ടമുള്ളതല്ല. പക്ഷെ കുറേ പാത്രങ്ങൾ ഉണ്ടെങ്കിലേ, കുറേ പാത്രങ്ങൾ ഞാൻ കഴുകാൻ നിൽക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അതിൽ കൂടെ പോവാണെങ്കിൽ വെച്ചാൽ തന്നാ മതി. ഞാൻ വിളിക്കാറില്ല. ചേട്ടനായിട്ട് വന്നിട്ട് അത് ചെയ്തു തരാണെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പറയും, ഇത് അധികം പാത്രം എനിക്ക് കഴുകാവുന്നുള്ളൂ ചേട്ടൻ പൊക്കോന്ന് പറയും. മറ്റേതൊക്കെ ഞാൻ വിളിക്കും, നാളികേരം പൊതിച്ച് ചെരുക്കി തരാനും മീൻ നന്നാക്കി തരാനും, അതൊക്കെ ഞാൻ ചേട്ടനെ വിളിക്കും. എനിക്കിഷ്ടമല്ലേ ചെയ്യാം. എന്നാലും പണ്ടുള്ള എത്രയോ പേര് ഈ പെൺകോന്തെന്നുള്ള വിളി കേട്ടിട്ടുണ്ടെന്നറിയോ? പെണ്ണ് കുഞ്ഞായി, ഈ പെൺകോന്തെന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. അത് പേടിച്ചിട്ട് സഹായിക്കാണ്ടിരിക്കണവരും ഉണ്ടാവും. അങ്ങനെ നാട്ടുകാർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാലോ, പിന്നെ പെണ്ണുങ്ങൾക്കൊന്നും നാണക്കേടുണ്ടാവും, എല്ലാവരും കണ്ടാലോ വെച്ചിട്ട്. അവർക്ക് പണിയെടുത്ത് സഹായിച്ചു കൊടുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടാവും പെണ്ണുങ്ങൾ പണിയെടുക്കണത് കാണുമ്പോഴേ. കാരണം ഇങ്ങനെ നമ്മുടെ വാമഭാഗമാണല്ലോ പണിയെടുക്കണത്. ഇവറ്റകൾക്ക് ആരോഗ്യ കുറവുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെയും ബാധിക്കുമല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് നമ്മൾ സഹായിക്കാനെങ്കിലും ചെല്ലണ്ടേ ആണുങ്ങൾ. ഞാൻ ഇവിടെ കഠിനമായ ജോലികളൊന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ പണ്ടേ ദുർബല പിന്നെയും ഗർഭിണി എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ പണി കൂടുതൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആശുപത്രി കൊണ്ട് നടക്കണം നമ്മൾ. ഞാൻ പറയണേ, ഭാര്യമാരെ കഠിനമായ പണികൾ ചെയ്യിപ്പിക്കുന്ന ഭർത്താക്കന്മാരെ മുക്കാലിൽ കെട്ടിയടിക്കണം. കഠിനമായ പണികൾ ചെയ്യിപ്പിക്കൊന്നുമില്ലേ? ഇപ്പോഴത്തെ ഭർത്താക്കന്മാരൊക്കെ ഒപ്പം നിന്ന് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഷാജിദ നെബിൽ. ചക്കക്കുരു അജുചേട്ടനെ പിടിച്ച് കടിച്ച പോലെ അത് കഴിക്കുമ്പോൾ ഉള്ള മുഖഭാവം എന്തായാലും സൂപ്പർ. അതെന്താ അങ്ങനെ? ഫെർണാണ്ടസ്.
5:40 സരിതയുടെയും മുടിക്കെട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ലുക്കിൽ ഒന്നുകൂടെ ചെറുപ്പം തോന്നിക്കുന്നു. എനിക്ക് തോന്നുന്നു അജൂസ് വേൾഡിൽ ഇതുവരെ സരിതയെ ഈ ഹെയർ സ്റ്റൈലിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ശരിയാണ്, ഞാൻ അങ്ങനെ മുകളിൽ അങ്ങനെ കെട്ടി വെച്ചിട്ടില്ല. മറ്റേ പോണിട്ടയിൽ അങ്ങനെ മുടി അങ്ങനെ കെട്ടിയിട്ടപ്പോൾ തന്നെ നല്ല വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടു. സ്മാർട്ട് ലുക്ക്. അജുചേട്ടൻ ഇഷ്ടമില്ലാത്തത് മുഴുവൻ തൃശ്ശൂക്കാരുടെയും കുറച്ചുകൂടെ കടന്ന് കേരളത്തിലെ മുഴുവൻ ആണുങ്ങളുടെയും ഇഷ്ടക്കേടായി അജുചേട്ട അവതരിപ്പിച്ച് കളയും. ചക്കക്കുരു പ്ലസ് പരിപ്പ് ഗ്യാസ് ക്ഷോഭം പ്രശ്നമുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. പൊതുവെ അങ്ങനെ വെറുതെ ചേട്ടൻ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ചേട്ടൻ പൊതുവിൽ അങ്ങനെ പൊതുവാക്കും, അതിനെ പൊതുവൽക്കരിക്കും. അതാണെന്ന്. പത്മ വിനയകുമാർ ഡെയിലി കാണാറുണ്ട്. അമ്മയുടെ മുരിങ്ങയിലെ എപ്പിസോഡ് മുതലാണ് കാണാൻ തുടങ്ങിയത്. നിങ്ങളെ എല്ലാരെയും ഇഷ്ടമാണ്. സന്തോഷം. അംബിക മേനൻ പ്ലീസ് മേക്ക് എ വീഡിയോ ഓഫ് പ്ലക്കിംഗ് നെല്ലിക്ക ഫ്രം യോർ നെല്ലിക്ക ട്രീ ആൻഡ് സരിതാസ് മോം മേക്കിംഗ് ദ പിക്കിൾ. നമ്മുടെ വീട്ടിൽ നെല്ലിക്ക മരം ഇല്ല. നെല്ലിക്ക മരം ഉണ്ടായിരുന്നു. നെല്ലിക്ക മരം ഉണ്ടായിരുന്നു അവിടെ. ഉണങ്ങിപ്പോയി. ആ ഭാഗത്ത് തന്നെയായിരുന്നു അതും. ആ സൈഡിൽ ഉണക്കം സംഭവിക്കുന്ന ഉണക്കം വരുന്ന ഏരിയയില്ലേ അവിടെയായിരുന്നു അതുണ്ട്. വലിയ മരം ഉണ്ടായിരുന്നു. നമ്മളത് വീട് പണി കഴിഞ്ഞപ്പോ വെച്ചിട്ടുള്ള തന്നെ അത്. പക്ഷെ അത് വലിയ മരം ഇതാ ഉണങ്ങിപ്പോയി. നെല്ലിക്ക വാങ്ങിച്ചിട്ട് അച്ചാറുണ്ടാക്കാം അമ്മേനെ കൊണ്ട്. നെല്ലിക്ക അച്ചാറിട്ടുണ്ട് അമ്മേരെ. നെല്ലിക്ക അച്ചാറിട്ടുണ്ട് അമ്മേരെ. നെല്ലിക്ക അച്ചാർ ഭയങ്കര ടേസ്റ്റാ. അടുത്തത് മുഹമ്മദ് ഫൈജാസ്. ചക്കക്കുരു നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളകുപൊടി ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് ചീനച്ചട്ടിയിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ചെയ്തു നോക്കൂ. കഴിക്കാത്ത അജുവും കഴിക്കും. കേട്ടല്ലോ എല്ലാവരും. നമ്മളോട് ഉണ്ടാക്കാനാ പറഞ്ഞേ. അല്ല ഇപ്പൊ നമ്മള് വീഡിയോ കാണുന്നവർക്കും ഉണ്ടാക്കിയാലോ. ഇതെന്തായാലും ചെയ്ത് ചേട്ടനെ തീറ്റിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മായ ഷിബു ഹായ് അജു, സരിതാൻ, ജഗു. ചക്കക്കുരു മാങ്ങായന്റെ മുരിങ്ങക്ക ഈ കൂട്ടാൻ ഞങ്ങൾ പാലക്കാട് എന്നാവൂലേ, പാലക്കാട് വെക്കും. അതിൽ ജീരകം, ഉള്ളി, തേങ്ങ അരയ്ക്കും. പിന്നെ കടുകും വറക്കും. ബട്ട് എൻ്റെ ഭർത്താവിന് അജുനെ പോലെയാ ചക്കക്കുരു കൂട്ടാൻ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സരിത മുടി പൊക്കി കെട്ടിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടപ്പോഴാണ് മനസ്സിലായത് ചക്കക്കുരുവിന് കേരളത്തിൽ ഇത്രമാത്രം ആരാധകരുണ്ടെന്നുള്ളത് നമ്മളിപ്പോഴാണ് മനസ്സിലാവുന്നത്. ആണുങ്ങൾക്ക് പൊതുവിൽ ഇഷ്ടമില്ലാത്തൊരു കറിയാണ് വെക്കാൻ പോണേന്ന്. ഞാൻ എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അല്ല അത് ഞാൻ അംഗീകരിക്കുന്നു. അംഗീകരിച്ചല്ലോ ഒരു കാര്യം. നെവിൻ ഫെർണാണ്ടസ് കേട്ടില്ലേ, ഞാനിപ്പോ പൊതുവൽക്കരിക്കപ്പെടുന്നില്ല. അടുത്ത ആഴ്ച സിന്ധു സി കെ ഹലോ, യെസ്റ്റർഡേ വാസ് മൈ അമ്മാസ് ഡെത്ത് ആനിവേഴ്സറി. അക്ഷയ തൃതീയ. സീയിങ് യോർ ജാക്ക് ഫ്രൂട്ട് സീഡ്, മാംഗോ ആൻഡ് പരിപ്പ് കറി ആൻഡ് മുരിങ്ങ തോരൻ all reminded me of my dear mom. We are from Kochi, but we too make this curry. While watching this video, tears were rolling down my cheeks. Simple food, yet so full of nutrition. Why have supplements when you can have food in so tasty form? I live in Mumbai, but lucky to have Muringa tree in my compound. Whenever I used to tell my watchman to get leaves, he being a Bihari would laugh. Say, madam, why do you eat leaves? He don't know its worth, as they just eat Muringa. Later he also started cooking, as I told him to cook leaves with dal. ബോംബെയിലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ ഉണ്ടാക്കണ കറിയായിരുന്നു. അപ്പം അത് എപ്പോഴും അത് കണ്ടപ്പോൾ കണ്ണീരൊഴുകിയിരുന്നു. കണ്ണീന്ന് അമ്മ ഉണ്ടാക്കണ സെയിം കറി. പിന്നെ ഇവരെ കോമ്പൗണ്ടിലൊരു മുരിങ്ങ മരം ഉണ്ട്. അപ്പം അത് വന്ന് പൊട്ടിച്ച് ഇല കൂട്ടാൻ വെക്കുമ്പോൾ ഇവരുടെ വാച്ച്മാൻ ചിരിക്കുന്നു. എന്തിനാണ് മേഡം ഈ ഇല തിന്നണേന്ന് ചോദിക്കുന്നു. അവർ മുരിങ്ങക്കായ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞിട്ട് ആള് മുരിങ്ങേര ഇല കഴിച്ചു തുടങ്ങി. അടുത്തത് ദീപാലാലു. ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്നും ചക്കക്കുരു മാങ്ങയും കറിയാണ്. തൃശ്ശൂരുള്ളൊരു ശാന്തി ഇവിടെ അമ്പലത്തിലുണ്ട്. എൻ്റെ മോൻ്റെ സുഹൃത്താണ് അദ്ദേഹം. ഇന്നലെ ഇടിയൻ ചക്ക കൂട്ടാൻ എൻ്റെ മകന് കൊടുത്തു വിട്ടു. എന്താ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇടിയൻ ചക്ക കറി വെച്ച് അതേപോലെ വേവിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, അജു ചേട്ടനും സരിതയും കൂടെ ഇതേപോലെ കൂട്ടാനുണ്ടാക്കി ഞാൻ കണ്ടിരുന്നു എന്ന്.
അതെങ്ങനെയല്ലേ നമ്മുടെ ഇപ്പോൾ നമ്മൾ മറ്റുള്ള കോട്ടയംകാര് അല്ലെങ്കിൽ തിരുവനന്തപുരംകാര് ചില ഭക്ഷണങ്ങളിൽ നമ്മൾ വെച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടും. ആ അതേപോലെ തന്നെയാണ് തിരിച്ചും നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഇല്ലേ അവർ വെച്ച് കഴിക്കുമ്പോൾ അവർക്ക് നമ്മൾ സ്ഥിരം ഇങ്ങനെ കഴിക്കുന്ന ടേസ്റ്റ് ഒരു വ്യത്യസ്തത വരുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടും. അടുത്തത് തോമസ് എം എ മുക്കത്ത്. ഞങ്ങൾ ഊട്ടിയിലാണ്. ഇവിടെ പകൽ ഭയങ്കര ചൂടാണ്. നമ്മൾ ചൂടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഊട്ടിയിൽ വന്നവര് പറഞ്ഞില്ലേ ചൂട് ഭയങ്കര. അടുത്ത ഷിബി സൂര്യ. എൻ്റെ അജുവേട്ടാ, ഇങ്ങനെ ചക്കക്കുരും മുരിങ്ങയിലക്കറിയും കാണിച്ച് വീണ്ടും കൊതിപ്പിക്കുകയാണല്ലേ. എന്ത് ചെയ്യാൻ, പ്രവാസിയായ ഞാൻ നിങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ട് തൃപ്തി അടയുന്നു. കണ്ട ഓരോരുത്തരുടെ വിഷമം. വാലി ലൈഫ്. ഇവിടെ ഹാഫ് കിലോ മുരിങ്ങക്കായ $8.99 ആയിരുന്നു. അര കിലോന് $900. ഞാൻ വിന്റർ മാറിയപ്പോൾ ഒരെണ്ണം നട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ മുരിങ്ങയില ഉപ്പേരി ഉണ്ടാക്കിയാലും ഞങ്ങളുടെ അമ്മേനെ, എപ്പോൾ മുരിങ്ങയില ഉപ്പേരി ഉണ്ടാക്കിയാലും ഞങ്ങളുടെ അമ്മേനെ ഓർക്കും. അമ്മ ഒരു വീഡിയോയിൽ മുരിങ്ങയില ഉണ്ടാക്കുന്നത് കണ്ടതിന് ശേഷം ഞാനും അങ്ങനെ മുരിങ്ങയില ക്ലീൻ ആക്കാറ്. സോ ഈസി. എല്ലാവരും അമ്മമാരും മുരിങ്ങയിലേക്ക് ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നില്ല പണ്ടുള്ള അമ്മമാര്. വയറിന് നല്ലതല്ലേ, നല്ല ദഹനം ചോദന ഉണ്ടാവാൻ നല്ലതാന്ന് പറയും. ഇത് വളരെ കണ്ണിനും. ഇത് ആളുകള് ഇവര് സരിതര വീട്ടുകാർ വെക്കുന്ന പോലെ വെക്കുകയാണെങ്കിൽ മുരിങ്ങ എന്താ പറയാ, മുരിങ്ങല കൊല്ലത്തിൽ ഒരിക്കലും വെക്കാൻ പറ്റില്ല. നുള്ളി ഇരുന്നിരുന്ന് കാണിക്കും. അമ്മയാക്കണ പോലെ ഇങ്ങനെ പൊട്ടിച്ചോണെന്ന് 4 കുടച്ചില് വെള്ളത്തിലിട്ട് 4 ടേസ്റ്റ് മാറ്റമാണ് നമ്മൾ വെക്കുമ്പോ. 4 മുക്കി കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇപ്പൊ ചേട്ടൻ ഉണ്ടാക്കിയെന്ന് വായെന്നൊക്കെ ഈ ഞാര് മറ്റേ വലിയ കൊമ്പും ചില്ലയൊക്കെ കിട്ടും വായെന്ന് മുരിങ്ങയുടെ. അത് അങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കുമ്പോ കുറച്ച് സമയം എടുത്താലും ടേസ്റ്റ് ഉണ്ടാവും സാധനം. സ്പൈസ്ഡ് അപ്പ്. സോറി സരിതായി, വാച്ച് ഓൾ യുവർ വീഡിയോസ്. ഇറ്റ്സ് എ പിറ്റി യു ആൻഡ് അജു ബ്രോ വിൽ കുക്ക് നൈസ് ട്രഡീഷണൽ റെസിപ്പീസ്. ഇറ്റ് ഈസ് ഇയേഴ്സ് I haven't eaten jackfruit or jackfruit curry. Regards from Germany. പിറ്റി എന്നൊക്കെ പറഞ്ഞല്ലോ. പിറ്റി എന്ന് പറയുമ്പോ മമ്മൂട്ടി മറ്റേ നരസിംഹത്തില് സായി കുമാറിനെ പറഞ്ഞ പിറ്റി എന്ന് ഇംഗ്ലീഷ് അറിയില്ലേ. എനിക്ക് തന്നോട് സഹതാപം തോന്നുന്നു പറഞ്ഞിട്ട്. ട്രഡീഷണൽ ഡിഷസ് കൊല്ലങ്ങളായിട്ട് കഴിക്കാത്ത സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കണേ. ജർമ്മനി എന്ന് പറഞ്ഞേക്ക ആള്. ജർമ്മനി നാട്ടിൽ വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ മുരിങ്ങയിലയും ചക്കക്കൂരും ഒക്കെ ഇട്ട് വെച്ച് കൂട്ടാൻ വെച്ച് തിന്നണം കേട്ടാ. അടുത്തത് മാത്യു പെരുമ്പിൽ. ആണുങ്ങളുടെ ഇഷ്ടം നോക്കിയാൽ കുടുംബത്ത് സമാധാനം ഉണ്ടാകും. അതെന്താ അങ്ങനെ ചേട്ടാ അങ്ങനെ പറയണ? അതിന് കുറെ പേര് റിപ്ലൈ, 2 പേര് റിപ്ലൈ ഇട്ടാണ് യെസ് സത്യം എന്ന് പറഞ്ഞിട്ട്. ശരിയാണെന്ന്. ശരിയാണോ? നീ ആലോചിക്കേ, എന്റെ ഇഷ്ടം നടപ്പിലാക്കി കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഇഷ്ടമാണല്ലോ ഇവിടെ നടപ്പിലാക്കണത്. ഞാൻ പിന്നെ തല്ലൂടാൻ നിൽക്കാത്തോണ്ട് കുടുംബത്ത് സമാധാനം ഉണ്ട്. എനിക്ക് നല്ല ക്ഷമ ദൈവം തന്ന കാരണം. അല്ലാത്തവരാണെങ്കിൽ എന്നും അടി അലമ്പായിരിക്കും. ചേട്ടൻ വലുത് പറയുമ്പോൾ ഞാൻ അടുത്ത കമന്റ് ആയിട്ട് താഹിർ രസം 18 റിയാൽ ഏകദേശം തരില്ല. 18 റിയാൽ ഏകദേശം 440 രൂപയ്ക്കാണ് 12 ചെറിയ ചുളകൾ ഉള്ള ഒരു ചക്കയുടെ പീസ് ലുലുവിൽ നിന്നും വാങ്ങിയത്. വീഡിയോയിൽ പറയുന്നത് പോലെ ചക്ക ഒക്കെ വ്യാപകമായി കയറ്റുമതി ചെയ്താൽ നാട്ടിലൊരു വരുമാനം കൂടി ആയേനെ. ഇവിടെ കേടാവണ ചക്ക മുഴുവനേ ലുലുവിന് 150 രൂപയല്ല, 5 ചോള ഒരു പാക്കറ്റിലാക്കിട്ട് ധന്യര മോള് വാങ്ങിച്ചോളൂ. ഇവിടെയും കിട്ടും. ഇവിടെ 150 രൂപയോളം വരുന്നുണ്ട്. രഞ്ജിത്ത് മേനോൻ. ആരും കണ്ടുപിടിച്ച ഒന്നുമല്ല, യൂട്യൂബുകാർ തട്ടിവിടുന്നതാണ് അജു. അതിന്റെ തൊലി കളഞ്ഞാലേ രുചി ഉണ്ടാവൂ. തവിട് കളയാതെ ചോറുണ്ടാക്കിയാൽ വല്ല സ്വാദും ഉണ്ടാവുമോ ചോറിന്? നല്ലതാണ് എന്ന് പറഞ്ഞ് കഴിക്കുന്നു. ഈ കറി എല്ലാവരും വെക്കും. വെള്ളരിക്ക മുരിങ്ങക്കായും ചക്കക്കുരു മാങ്ങ കൂട്ടി വെക്കും. എനിക്ക് ഓർമ്മയുണ്ട്, വീഡിയോ കാണുന്നതിനിടയിൽ കമന്റ് ഇടുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് നമ്മുടെ വീട്ടിലെ ചക്കക്കുരു അമ്മ ചക്കക്കുരും പരിപ്പും വെച്ചപ്പോഴേ ഇങ്ങനെ വെട്ടി നുറുക്കേണ്ട അമ്മയിടുന്ന് തൊലി ഇങ്ങനെ ചരണ്ടി കളയിലും പിട്ടുപിട്ട് ഹൈ സ്പീഡാണ്, മിഷ്യൻ പോലെ വർക്ക് ചെയ്യും. എന്നിട്ട് കൂട്ടാൻ വെച്ചപ്പോൾ എനിക്ക് ചാറ് മാത്രമാണ് ഞാൻ കഴിക്കുക, ചക്കൂര് കഴിക്കില്ല. അപ്പോൾ ഈ കറുത്ത ഈ കാപ്പി കളർ ഈ തൊലിയില്ലേ, അത് ചിലതൊന്നും അമ്മയ്ക്കും തൊലി കളയാൻ സമയമില്ലല്ലോ. ഈ ഇത്ര എണ്ണത്തിന് ആ തൊലിയില്ല, അതിന്റെ മുകളിലുള്ളത് അതാണ് ചരണ്ടി കളയാൻ പറയുന്നത്. അതിന് രഞ്ജിത്ത് മേനോൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ അത് കളയാൻ പാടില്ല എന്ന് പറയുന്നത്. അരിയുടെ തവിടിന്റെ അരിയുടെ
മനസ്സിലായി. എന്നിട്ട് അതാണോ ചേട്ടൻ കിട്ടാ? അല്ല, അതുപോലത്തെ കാണുമ്പോ ഇവിടെയുള്ള എല്ലാവരും അമ്മേനെ ചീത്ത പറയുന്നു. ഈ സാധനം തേങ്ങ നിങ്ങൾക്ക് ചെണ്ടി കളയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ടേ ഇതിങ്ങനെ അടർന്ന് കിടക്കില്ലേ. ആ സാധനം ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഗുണമുള്ളതായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടത്. അപ്പൊ അന്ന് ഞാൻ ഓരോടനെ കേട്ടോ അത് കളയാൻ പാടില്ല, അത് ക്യാൻസറിന് ഭയങ്കര നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അറിയില്ല. അടുത്തത് ഷീസീസ് വ്ളോഗ്സ്. അങ്ങനെ ചക്കക്കുരു ഒരുപാട് കഴിച്ചിട്ടുണ്ട്. തിമിർത്ത് പെയ്യുന്ന മഴയത്ത് രാത്രിയിൽ അമ്മ ചക്കക്കുരു വറക്കും. അപ്പച്ചൻ തേങ്ങ എടുത്ത് കൊത്തിയെടുക്കും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്കക്കുരു വറക്കുന്നതിന് മണം കേട്ട് പുസ്തകം മടക്കി അവിടെ വെച്ചിട്ട് ഓടി അടുക്കളയിലേക്ക് വരും. ചക്കക്കുരുവിന്റെ തോട് അമ്മ കൈകൊണ്ട് ഉരച്ച് കളയും. എന്നിട്ട് മുറത്തിലിട്ട് പാറ്റിയെടുക്കും. എന്നിട്ട് എല്ലാവരും കൂടി വന്നിരുന്ന് പുറത്ത് മഴ തിമിർത്ത് പെയ്യുണ്ടാവും. ചക്കക്കുരു തേങ്ങ കൊത്ത് കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള സുഖം എൻ്റെ ഈശ്വരാ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇനി തിരിച്ചു കിട്ടുകയുമില്ല ആ കാലം. കാരണം അവരൊക്കെ എന്നെ തനിച്ചാക്കി പോയി. ഇപ്പൊ എല്ലാം മുകളിൽ ഇരുന്ന് കാണുന്നുണ്ടാവും. ശരി, നമ്മൾ ചില കാര്യങ്ങള് അച്ഛനമ്മമാരെ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലേ, ആ അനുഭവങ്ങളല്ല അതുപോലത്തെ ചില സംഗതികൾ നമ്മൾ വീട്ടിലിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ അവർ ശരിക്കും ഓർക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അവരിതേ ആകാശത്തിരുന്നിട്ട് നമ്മളത് നോക്കുന്നുണ്ടാവുന്നത്. അങ്ങനത്തെ അത്രയധികം ഓർമ്മകളാണ് ഓരോരുത്തർ പങ്കുവയ്ക്കുന്നത്. പണ്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ ഇതും പിന്നെ ഓടുവീടൊക്കെ ആവും. അപ്പം ആ മഴ പെയ്യണ സൗണ്ട് നന്നായി കേൾക്കുമല്ലോ അകത്തേക്ക്. അപ്പം ആ മഴ പെയ്യണ സമയത്ത് ഇങ്ങനെ ഓരോന്ന് ഇത് ചുട്ട് തിന്ന, അല്ലെങ്കിൽ കട്ടൻ ചായയും കുടിച്ച്, അതൊരു ഭയങ്കര രസമാണ്. അരി വറുത്ത് കട്ടൻ ചായ ഇട്ടിട്ട് പൊങ്ങി എടുക്കുമ്പോൾ അത് കുതിരുമ്പോൾ അതിൻ്റെ മുകളിൽ കോരി തിന്ന, എന്നിട്ട് അവസാനം ആ കട്ടൻ ചായ ഇത്തിരി മുത്തി കുടിക്കുക. എന്തെല്ലാം ഓർമ്മകള്. അടുത്തത് എസ് ബായുഷി. കശുവണ്ടി ചുട്ട് കാമ്പ് മുഴുവനോടെ കിട്ടാൻ വേണ്ടി ശ്വാസം അടക്കി പിടിച്ച് കല്ലുകൊണ്ടടിക്കുന്ന ആ നിമിഷമാണ് ഓർമ്മയിൽ. കശുവണ്ടി ചുട്ടവൻ്റെ കയ്യിലും കാണും കറ, അത് കണ്ടുപിടിക്കുന്ന അമ്മയുടെ കയ്യിൽ കാണും വടി. ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വറുത്ത കശുവണ്ടി വാങ്ങിക്കുമ്പോൾ ഈ പുകയുമില്ല, കരിയുമില്ല, ഒപ്പം ആ പഴയ ചിരിയും കളിയുമില്ല. അന്നത്തെ ആ കരിമുഖങ്ങളായിരുന്നില്ലേ ഇന്നത്തെ ഈ ഫിൽറ്റർ ഇട്ട ഫോട്ടോകളേക്കാൾ സുന്ദരം. ശരിയാ, മുഖത്ത് അറിയാം. അണ്ടി തല്ലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, മുഖത്ത് അറിയാം കരി. മുഖത്ത് ട്രൗസറിന്റെ മൂട്ടിലും ഇവിടെയൊക്കെ മേത്തൊക്കെ വെച്ച് ഷർട്ടൊന്നും ഉണ്ടാവില്ല. സീനത്ത് എമ്മ. അജുവേട്ടൻ്റെ ചെടിത്തോട്ടം ഉഷാറായി. പൂക്കളായാൽ നല്ല ഭംഗിയുണ്ടാവും. കശുവണ്ടി ചുടുന്ന് കണ്ടപ്പോൾ പഴയ കാലം ഓർമ്മ വന്നു. ശരിയാ. അടുത്ത ഷീജ ഫിലിപ്പ്. അജു സരിത, ഇഷ്ടികയുടെ ഈ വക സാധനങ്ങൾ ഒക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ ചെടി ഇരിക്കുന്ന കവർ, അതിൻ്റെയൊക്കെ ഇടയിൽ പാമ്പ് ഇരിക്കും. ചൂട് കൂടുതലായതുകൊണ്ട് പാമ്പ് എവിടെയൊക്കെ ഇരിക്കും. വളരെ കെയർ ആയിരിക്കുക. ശരിയാ, എല്ലാ സ്ഥലത്തും പാമ്പായി. ഇപ്പോൾ പാമ്പ് മഴയായി ഇപ്പോൾ എല്ലാ സ്ഥലത്തും. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ തല്ലിക്കൊല്ലും. ഇപ്പൊ അതൊക്കെ കുറ്റകരായില്ലേ? അല്ല, ജനല തുറന്നിട്ട് ശരിയാ. അപ്പൊ കുറ്റകരായി. ആദ്യം കാലത്ത് എല്ലാവരും പാമ്പിനെ തല്ലിക്കൊല്ലുമായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോ തല്ലിക്കൊല്ലും. അതിന് പാമ്പുകളുടെ എണ്ണത്തിനെ കൺട്രോൾ ചെയ്ത് തുടങ്ങും ആളുകൾ തന്നെ. ഇപ്പൊ അതില്ലല്ലോ, അപ്പൊ അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പാമ്പുകൾ തല്ലി വന്നാ പോരെ. ചേരനും കൊല്ലണ്ടല്ലോ, ചേരന് നീർക്കൊല്ലിനും അണലീനൊക്കെ. പിന്നെ വേറെ എന്തിട്ട് പറയാൻ വന്നേ, മുന്നേ നമുക്ക് ജനല തുറന്നിട്ട് എടുക്കാനൊന്നും പേടിയില്ലായിരുന്നു അല്ലേ? ഇവ അതും പേടി. മുന്നേ ഓലപ്പെരയിലൊക്കെ ഇങ്ങനെയാ, ഓല ഇങ്ങനെ ഒരു ഫ്രെയിം പോലെ ഇങ്ങനെ കെട്ടിയിട്ട് അത് ഓല വെച്ച് കെട്ടിയിട്ടുള്ള വാതിലല്ലേ, ഇങ്ങനെ എടുത്ത് വയ്ക്കണ വാതില്. വേറൊരു കൂടില്ലേ, എന്നിട്ട് രാത്രി പാമ്പിനെ കണ്ടിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് വന്നിട്ടാണ് 1980 കാര്യം പറയണത്. 81 മൂർഖന എന്തുകൊണ്ട് അങ്ങനെ അറ്റത്താണേ. പിന്നെ ഇവര് ഈ പാടത്തോടെ വന്നിട്ടാണ് രാത്രി. നമുക്ക് അത്ഭുതം തോന്നും ഇവരൊക്കെ ഇവിടെ വന്ന് താമസിച്ച കാര്യങ്ങൾ ആലോചിക്കുന്നത്. സൂര്യ പി പി. മച്ചിങ്ങിയെയും ക്യാമറമാനെ ഒരു നിമിഷത്തേക്ക് തെറ്റിദ്ധരിച്ചു. കൊള്ളാം, സർഗാത്മകത. വിഷ് യു എ ഗുഡ് ഡേ. ചാർലി മുക്കണതാണ് കാണിക്കുമ്പോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണല്ലോ, നിതിനൊരു മച്ചിങ്ങ ഇങ്ങനെ ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഒറ്റയ്ക്ക്. അവനെന്നെ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നുണ്ടാ. എന്തിനാന്ന് മനസ്സിലായില്ല. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചാർലിയുടെ കാട്ടമാണ് ഈ മച്ചിങ്ങയായിട്ട് വീണത്. ജെസ്സി ടാർസിസ്. അജുവിൻ്റെ പണിയെടുക്കാനുള്ള മനസ്സിനൊരു ബിഗ് സല്യൂട്ട്. കൂടെ സരിത വേണമെന്ന് മാത്രം. ജഗ്ഗുമോൻ്റെ ചിരി എന്ത് രസമാണ് കാണാൻ.
ചാർലി ഇമ്രാൻ രണ്ടുപേരുടെയും കളികൾ കാണാൻ നല്ല രസമാണ്. നിതിൻ നല്ല മിടുക്കൻ തന്നെ. അടുത്തത് ലതാ മോഹൻ. ചരട് പിടിച്ച് ചെറിയ പാത്തി പോലെ എടുത്ത് ഇഷ്ടിക വെച്ചാൽ മറിയില്ല. പല കളർ ചെത്തി ഇടവിട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരുന്നു തന്നെ. കശുവണ്ടി ചുട്ട് തല്ലി തിന്നുന്ന കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അവധിക്കാലത്തെ ലീലാവിലാസങ്ങളിൽ ഒരൈറ്റം ഇതായിരുന്നു. അതെല്ലാം ഒരു കാലം, എല്ലാം പോയി. ബാല്യകാല സ്മരണകൾ കവിത ഒന്ന് ചൊല്ലൂ സരിതേ. സരിതയുടെ പാട്ടും കവിതയും സൂപ്പറാണ്. ബാല്യകാല സ്മരണകൾ എന്ന് പറഞ്ഞ കഥയല്ലേ മാധവിക്കുട്ടിയിലുള്ള കവിതയുണ്ടാ? ബാല്യകാല സ്മരണകൾ കൊണ്ട് കവിതയുണ്ടാ? എനിക്കറിയില്ല കേട്ടാ. കവിതയുണ്ടോ? അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് മറ്റേ സാധനം വാങ്ങിക്കാനായിട്ടേ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മാറ്റാം. ഏതായി കഴിഞ്ഞ AC ബ്ലോക്ക് വാങ്ങിക്കാനുള്ള ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായി കഴിഞ്ഞ ആ ഇഷ്ടിക മാറ്റുന്ന ഒന്നുമില്ല. ആ സമയം വേവാം. നീ വായിച്ച അടുത്ത് വായിക്കൂ. അടുത്ത് വായിക്കറി. അടുത്തത് ബിബിൻ മാർട്ടിൻ. ചാർലി, എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ മുതലാളി. എന്നെങ്കിലും ഒരു കടി തരുന്നുണ്ട്, നോക്കിയിരുന്നു. അത് ചാർലി അല്ല കേട്ടോ, അത് ഇമ്രാനെ അവർക്ക് ഉദ്ദേശിച്ചത്. ഇമ്രാനല്ല ചേട്ടൻ കയ്യിലടിച്ച് സത്യം ചെയ്ത് വർത്താനം പറഞ്ഞത് ഇമ്രാനല്ലേ. പെഗാസസ് ടൈപ്പിംഗ്. ഇമ്രാനെയും ചാർലിയെ ഇരുത്തി അപമാനിക്കുകയാണ്, മുതലാളിയും കൊച്ചമ്മയും കൂടെ. പഞ്ചാബി ഹൗസിലെ ഹരിശ്ര അശോകൻ കൊച്ചിയൻ ഈ ഫാനെ വിളിക്കില്ലേ മുതലാളി, ആ സീനാണ് ഓർമ്മ വന്നേ. അടുത്തത് മിത്ര. എടോ അജുവേട്ടാ, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നല്ലേ. അവിടെ വെച്ച് കശുവണ്ടി ചുട്ടാൽ ആ പുല്ല് കരിഞ്ഞു പോകില്ലേ? ആ ഫാമിലിയിൽ കൃഷിയുടെ ABCD അറിയാത്ത വ്യക്തി താങ്കളാണെന്ന് ഉറപ്പാണ്. ഒരു ഉദാഹരണമാണ് ചെടിയിൽ തല കൊള്ളാതെ ഇരിക്കാൻ വെച്ചിരിക്കുന്ന കുപ്പി. അത് കുറച്ചുകൂടെ ചെത്തി നീളം കുറച്ചാലൊന്നും അത് ഉണങ്ങി പോകില്ല. പിന്നെ താങ്കൾ ഒരു പാവമാണെന്ന് ഉറപ്പാണ്. കൃഷി, ചെടി നടൽ ഇതിൻ്റെയൊന്നും ബേസിക് നോളേജ് പോലും താങ്കൾക്കില്ല എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. അതിൻ്റെതായ അർത്ഥത്തിൽ എടുക്കും എന്ന് വിചാരിക്കുന്നു. ഒരു കുഴപ്പമില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. അത് വെട്ടി ഇങ്ങനെ കുപ്പി വെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് വരുമ്പോൾ അത് മറിഞ്ഞു വീഴില്ലേ? ഏത് ആ കമ്പുമ്മ കുപ്പികൾ ഇങ്ങനെ വെച്ചിട്ടില്ലല്ലേ? അതിന് ആ കുപ്പി വെക്കേണ്ട ആവശ്യമില്ലാന്ന്. അത് ആ മരത്തില്ലേ, മരത്തിനോട് ചേർന്നിട്ട് ആ കൊമ്പ് കറക്റ്റ് വെട്ടി നിർത്തിയാലേ ആ കുപ്പി പിന്നെ ഇങ്ങനെ വെക്കണ്ടല്ലോ. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലേ അത് വെള്ളം ഈ കമ്പ് കടക്കി വെച്ച് മുറിക്കാൻ നമുക്ക് അറിയാണ്ടല്ല. അത് മുറിച്ച് കഴിഞ്ഞിട്ട് കമ്പിന്റെ ആ മുറിച്ച ഭാഗത്തോടെ വെള്ളം ഇറങ്ങിയിട്ട് തായ്തടിമിലേക്ക് വെള്ളം ഇറങ്ങും. അല്ല, അത് മഴക്കാലത്ത് വരും. തായ്തടിമിലേക്ക് വെള്ളം കയറില്ലോ. അതുകൊണ്ടല്ലേ മരം മുറിക്കുന്നവര് ഏകദേശം ഒരു സ്വല്പം കയറ്റി മുറിക്കുന്നത്. എല്ലാത്തിൻ്റെയും തടികൾ മുറിച്ച് ചില്ലകൾ വെട്ടുമ്പോഴേ കയറ്റി മുറിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അല്ലാണ്ട് അടുത്ത ഷീല ഗിരീഷ്. ഏത് കോളേജിലാണ് ഇമ്രാനെയും ചാർലിയെയും പഠിപ്പിച്ചത്? നല്ല പഠിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ അവർക്ക്. താമരശ്ശേരി. ജ്യോതിനാഥ്. ഞാൻ ആലോചിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആട് വളർത്തലില്ലാത്ത എന്തുകൊണ്ടാണ് എന്ന്. ആട് നല്ല ഐശ്വര്യമാണ്. പിന്നെ പ്ലാവിലേക്ക് പുറത്ത് എവിടേക്കും പോകണ്ട. ഇത്തിരി പിണ്ണാക്ക്, ഇച്ചിരി കഞ്ഞിവെള്ളം, നല്ല കട്ടിയുള്ള ആട്ടും പാൽ, പാത്രം നിറയെ തുളുമ്പും. ആട് മുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കുണ്ടായിരുന്നു ആട്. അമ്മ നോക്കിയായിരുന്നു. ആട് വലിയ ശല്യ, ഒരു സാധനം പോലും ഇവിടെ ഉണ്ടാവില്ല. അതാണ് സകല സാധനങ്ങളും കടിച്ച്. ആട് കടിച്ചൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ആട് കടിച്ചിട്ട് വലിക്കും, അപ്പൊ അതിന്റെ വേരിളകും. അതുകൊണ്ട് പശു ഇതൊക്കെയാണെങ്കിൽ അവർ തിന്ന് പോവുള്ളൂ. ആട് കടിച്ചു വലിക്കണ കാരണമാണ് പ്രശ്നം. ജ്യോതിനാഥ് അല്ലേ ഇപ്പന്നെ വായിച്ചത്? പറഞ്ഞുകൂടി. ഹലോ നമസ്കാർ. സരിത ചേച്ചിയെ സമ്മതിക്കണം. കാലത്ത് വീട്ടിലെ പണികൾ, പിന്നെ അജുചേട്ടൻ്റെ ഒപ്പം ഷൂട്ടിങ്, പിന്നെ ഷോപ്പിൽ പോകണം. സമ്മതിക്കണം സരിത ചേച്ചിയെ. അങ്ങനെ ഭയങ്കരമായ പണികളൊന്നുമില്ല, സാധാരണ വീട്ടിലത്തെ ജോലികളൊക്കെ തന്നെ. അത് ചെയ്തോടും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. പിന്നെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഷൂട്ടിങ് രാവിലെ, അത് കഴിഞ്ഞ് ഞാൻ ഷോപ്പിലേക്ക്. അടുത്തത് രമണി പടിഞ്ഞാക്കര. ഗുഡ് നൈറ്റ് സരിത, അജു, ജഗ്ഗു. ഇന്ന് ഒരുപാട് വൈകി നിങ്ങളുടെ വീഡിയോ കാണാൻ. എത്ര വൈകിയാലും കണ്ടിട്ടേ കിടക്കൂ. അനിലേട്ടനെ കണ്ടതിൽ സന്തോഷം. അടുത്ത് ശൈലജ ആർ പിള്ളൈ. അജു സരി, നിങ്ങളുടെ വീഡിയോകളൊന്നും ഞാൻ മിസ് ചെയ്യാറില്ല. ഞാൻ TV യിൽ കാണാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ കമൻറ്റ് എഴുതാൻ എനിക്ക് മടിയാണ്. പക്ഷെ ക്യാഷ് ചെയ്തിട്ടും പൊരിച്ചെടുക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് അത് അനിവാര്യമാണെന്ന് തോന്നുന്നു. അത് ഇത് ഇംഗ്ലീഷ് ആയിരുന്നു. ഞാൻ മലയാളത്തിൽ നിനക്ക് ആളുകൾക്ക് മനസ്സിലാൻ പെട്ടെന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ചെയ്തതല്ലേ? അത് ശരി. ഞാൻ വിചാരിച്ചു ഈ ചേച്ചി ഇംഗ്ലീഷിലാണ് ഇടാറുന്നത്. ശൈലജ എനിക്ക് മനസ്സിലാവണ്ടേ?
വീഡിയോയിൽ വായിച്ചതിൽ പോലും കുറഞ്ഞത് നിങ്ങൾ ആ സന്ദേശം സ്വീകരിക്കുന്നുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമതായി, ഗ്യാസ് ക്ഷാമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ വിറക് ഉപയോഗിക്കണമായിരുന്നു. ഒരു കുറവില്ലെങ്കിലും തേങ്ങയുടെ അവശിഷ്ടം മുതലായവ ഉള്ളപ്പോൾ ഒരു ഔട്ട്ഡോർ പ്രവർത്തനത്തിനായി വിഭവങ്ങൾ പാഴാക്കുന്നത് എന്തിനാണ്? അടുത്ത പോയിന്റ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഗ്യാസ് ബർണറിന് സമീപം തീ പിടിച്ചപ്പോൾ അത് വളരെ അപകടകരമായിരുന്നു. വീട്ടിൽ മാതാപിതാക്കളുടെ അഭാവത്തിൽ ഒരു കുട്ടി കഷ്ടത്തിലായപ്പോൾ നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? ജഗ്ഗുവിനെ പോലെ ഉള്ള ഒരാൾ മാത്രം. നിങ്ങൾ കാണിക്കുന്നതിലും പറയുന്നതിലും നിങ്ങൾ വളരെ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. കാരണം പലരും നിങ്ങളെ പിന്തുടരുന്നു. ശരിയായ മലയാളം കൂടി നോക്കൂ. എനിക്ക് തൃശ്ശൂർ ഭാഷ ഇഷ്ടമാണ്, പക്ഷേ പിള്ളേർ ബഹുവചനം. പിള്ളേർകൾ എന്താണ്? പ്രധാനമോ പായസമോ? നിങ്ങൾ ധോത്തിയിൽ എപ്പോഴും മുഖം തുടയ്ക്കുക. കുടിലിൽ 2 അടുക്കള ടവൽ സൂക്ഷിക്കുക. സരിത വീഡിയോയ്ക്ക് ഇരിക്കുന്നത് പോലെ ഇരിക്കാനും വസ്ത്രം ശരിയായി ഇടാനും ഒരു നിർദ്ദേശം. നെഗറ്റീവ് വിമർശനമല്ല, ചിന്തകൾ പങ്കിടുക മാത്രമാണ് വേണ്ടത്. ജഗ്ഗുവിൻ്റെ അവധിക്കാല പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഗുജറാത്തിൽ നിന്ന്. അതായത് പറഞ്ഞേക്കണ 2 കാര്യങ്ങൾ എന്തിട്ടാന്ന് മനസ്സിലായി ചേട്ടനെ? ഒന്ന്, നമ്മൾ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കണം എന്തിനാന്ന്? ഗ്യാസിന് ഇത്ര ക്ഷാമുള്ളപ്പോ അത് ഇവിടെ ചെയ്യണത്, അവിടെ അടുപ്പില്ലല്ലോ, അതുകൊണ്ടാണ് അത് ഉപയോഗിച്ചത്. ശകിരി ചിരട്ട പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഉള്ളപ്പോ അത് കത്തിച്ചൂടെ? അത് അവിടെ കഞ്ഞീരവിടെ കത്തിക്കണ്ടല്ലോ. 2, ചെറിയ പിള്ളേര് വല്ലവരും ഇത് അനുകരിച്ചാലൊന്നു തീ പടരുന്നത് അപകടമല്ലേ? ജഗ്ഗുവിനെ കൊണ്ടല്ലേ ചെയ്യിപ്പിച്ചേ. പിന്നെ ചേട്ടനത് കൊണ്ടുവന്നൂലോ. അപ്പൊ നമ്മളിത് വീഡിയോയിൽ കാണിക്കും, നമ്മളെ ശരിക്കും ഇൻഫ്ലുവൻസർ എന്നാ പറയാ അല്ലേ? നമ്മള് വ്ളോഗർമാരൊക്കെ. കാരണം ആളുകൾ കാണുന്നവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മള് അവരെ. അപ്പൊ അത് അപകടമല്ലേ? ഗ്യാസിന്റെ അടുത്ത് വെക്കുന്നതാണ് അപകടം എന്ന് പറഞ്ഞത്. ഗ്യാസ് സിലിണ്ടറിന്റെ അടുത്തിരിക്കുമ്പോ ഇത് തീ ആളി കത്തുള്ളൂ ഈ സാധനം. അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മള് ഡ്രസ്സും ഇങ്ങനെ മുഖം തുടക്കില്ലേ? പിന്നെന്തിട്ടാ പറഞ്ഞിട്ടുള്ളത്? അങ്ങനത്തെ. പിന്നെ ജഗ്ഗുവിന്റെ അവധിക്കാല പ്രവർത്തനം എന്ന് പറഞ്ഞ് ജഗ്ഗു ഇന്നോട്ടിട്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയി തുടങ്ങി. ഞാൻ ഡ്രസ്സ് കറക്റ്റ് ആക്കി ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് അറിയില്ല ഏതിലാണ് അങ്ങനെ ഡ്രസ്സ് നീങ്ങി കിടന്നു എന്നുള്ളത് അറിയില്ല. അടുത്തത് സതി. മത്തങ്ങ സൂപ്പർ. അല്ലൻ ചേട്ടൻ എന്ത് നല്ല സ്നേഹമുള്ള മനുഷ്യൻ. അജു ചേട്ടൻ എന്താ പറഞ്ഞേ? ചക്കേമ പ്ലാവോ? സാരമില്ല, എരിവും പുളിയും കൂട്ട് നന്നാക്കല്ലേ, ഒരു തെറ്റ് സ്വാഭാവികം. പിന്നെ മറ്റേ സാധനം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കൊണ്ടാട്ടം എന്ന്. ചില സമയത്ത് വാക്കുകൾ ചിലതങ്ങള് വരില്ല വായിൽ. അടുത്ത ആദർശ് പണിക്കർ. നമസ്തേ അജു ഏട്ടാ, സരിത. കൊള്ളാം, മനോഹരമായൊരു കുഞ്ഞു വീഡിയോ. പച്ചപ്പുകളും വിളവെടുപ്പും പിന്നെ അനിലേട്ടൻ്റെ വക സമ്മാനവും ആ വലിയ മത്തങ്ങ. പിന്നെ ഇത് സമ്മാനം എന്ന് പറയാൻ പറ്റില്ലല്ലോ, അനിലേട്ടൻ സ്ഥിരമായി തരുന്നതല്ലേ. എല്ലാവർക്കും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അതാണ് അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ചുണ്ടങ്ങ കൊണ്ടുള്ള വറ്റൽ ഇതുവരെ കണ്ടിട്ടില്ല. അത് നമുക്കൊക്കെ ഒരു പുതിയ അനുഭവമായി. പിന്നെ ജഗ്ഗുവിൻ്റെ തമാശകൾ, അജുവേട്ടൻ്റെ നാക്കുളുക്കലും, അതായത് ചക്ക. സുന്ദരമായൊരു കൊച്ചു വീഡിയോ. ആശംസകൾ 3 പേർക്കും. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത മനോഹരമായ മറ്റൊരു അദ്ദേഹത്തിന് പാഠനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. സന്തോഷം. അടുത്തത് തോമസ് ആൻ്റണി. ഇത് വല്ലാത്തൊരു വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറൻ മൂല. അതുമല്ല പ്രശ്നം, അവിടെ ഒന്ന് വന്ന് കാണണ്ട സ്ഥലമാണ്. അവിടെ ചക്കേമേൽ പ്ലാവ് ആണ് ഇത്ര ഉണ്ടാകുന്നത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ തന്നു എന്ന് പറ. ഖത്തറിൽ നിന്നും തോമസ് ആൻ്റണി. വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറൻ മൂലയെന്നാ ഏതത്? അടുത്ത ഗീതാസ്. അജുവേട്ടാ, ഞാൻ പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു, ചപ്പുചവറുകളെല്ലാം കമ്പോസ്റ്റ് ആക്കണ്ടെന്ന്. കുറേയൊക്കെ കൃഷി ചെയ്യാത്ത സ്ഥലത്തിട്ട് കത്തിക്കുക. അപ്പോൾ പാമ്പ് പറമ്പിൽ അധികം വരില്ല. പുല്ലും ചവറും കൂടി കിടക്കുമ്പോഴാണ് പാമ്പ് കൂടുതൽ വന്ന് കയറുക. അടുത്ത് നേച്ചർ അറൗണ്ട്. ഈ ഷേപ്പിലുള്ള മത്തൻ കണ്ടിട്ടില്ലേ? എന്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ ഈ ടൈപ്പ് മത്തൻ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് ഒരു ശേഷിയില്ലാത്ത വള്ളിയിൽ നിന്ന് 3 എണ്ണം കിട്ടി ഇതേ സൈസിലുള്ളത്. ഇപ്പൊ കാണുന്ന മത്തങ്ങയൊക്കെ ഇങ്ങനെ മറ്റേ നല്ല ഭംഗിയുള്ള ഷേപ്പാണ്, ചരക്കിന്റെ പോലുള്ള ഷേപ്പല്ലേ. പണ്ട് അങ്ങനെ, പണ്ട് തോന്നിയ പോലത്തെ ഷേപ്പുകളായിരുന്നു മത്തങ്ങ. പല പല ഷേപ്പുള്ള ഉരുളൻ, ഓവല്, അങ്ങനത്തെ പല ഷേപ്പിലുള്ള മത്തങ്ങയായിരുന്നു. അടുത്തത് അഷിത എജെ. ചുണ്ടങ്ങ എൻ്റെ ഫേവററ്റ് ആണ്. നാട്ടിൽ പോകുമ്പോൾ എൻ്റെ മദറിലോ എവിടെന്നെങ്കിലും ഒക്കെ എനിക്ക് കൊണ്ടുവന്ന് തരും. പാവം. എന്ത് നല്ല അമ്മയല്ലേ, മരുമോളോട് എന്തുമാത്രം സ്നേഹം ഉണ്ടാവും. ചുണ്ടങ്ങി അതന്നെ, എവിടെ നെയിലൊക്കെ കൊണ്ടുവന്ന് തരുന്നു പറയുമ്പോൾ. ഉമാദേവി KN. ഈ ടൈപ്പ് മത്തങ്ങ പണ്ടുമുണ്ട്, പക്ഷെ കടയിലൊന്നും കാണാറില്ല. ഒരു 22 കൊല്ലം മുമ്പ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിത്തും ഇങ്ങനത്തെ ആയിരുന്നു. അടുത്തത് ലതാ മോഹൻ.
ഈ ആകൃതിയുള്ള മത്തങ്ങ എരിശ്ശേരി വെച്ചാൽ നല്ല സ്വാദാണ്. നാടൻ മത്തങ്ങയേക്കാൾ ഈ മത്തങ്ങയാണ് നല്ലത്. സരിത പറഞ്ഞതുപോലെ എന്തിനാ ഒത്തിരി നട്ടുണ്ടാക്കുന്നത്, നമുക്ക് കുറച്ചു മതി. ഞങ്ങൾ ഇവിടെ ചീരയും വഴുതനങ്ങയും കോവയ്ക്കയും തക്കാളിയും ഒക്കെ നട്ട് ധാരാളം ഉണ്ടായപ്പോൾ അയൽക്കാർക്ക് കൊടുത്തു. അവരും കഴിച്ചു മടുത്തു. പിന്നെ വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടേ എന്ന് പറഞ്ഞു തുടങ്ങി. കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ട് വെറുതെ എടുത്ത് കളയാൻ മനസ്സ് വരാതെ 10 കിലോ തക്കാളി പറിച്ച് കടയിൽ കൊണ്ടുപോയി കൊടുത്തു. 15 രൂപ വെച്ച് 150 രൂപ കിട്ടി. കാറിന് പെട്രോൾ അടിച്ച് 200 രൂപ. അതോടെ കച്ചവടവും നിർത്തി. ഇതാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ. നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളൊന്നും ഇവിടുത്തെ കടക്കാർക്ക് വേണ്ട. അവർക്ക് അന്യനാട്ടിലെ വിഷം പിടിച്ച പച്ചക്കറികൾ മതി. അതാകുമ്പോൾ വില കുറവിൽ കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് കേടായി പോകുകയുമില്ല. നമ്മൾ നട്ടുണ്ടാക്കുന്ന രാസവളവും കീടനാശിനിയും അടിക്കാത്ത പച്ചക്കറികൾ കടക്കാർക്ക് വേണ്ട, അത് പെട്ടെന്ന് ചീഞ്ഞു പോകുമെന്ന്. എന്താ കഥ, അതന്നെയാണ്. നമുക്ക് കൂടുതൽ ചെയ്തിട്ട് ഒരു കാര്യമില്ലേ. അടുത്ത ബിന്ദു ധനജൻ, കാലാവസ്ഥ മുന്നറിയിപ്പ് അജു കേട്ടതാണല്ലോ. ഇത്ര ചൂടിൽ കിളയ്ക്കാൻ നിൽക്കണ്ടാട്ടോ, മനുഷ്യന്മാരെ എരിപൊരി സഞ്ചാരം എടുത്തിട്ടാണ് നിൽക്കുന്നത്. ആ നേരത്തെ അജുവിൻ്റെ ഒരു കാര്യം ആകെ കിളി പോയി അജുവിന്. ശിരസിൽ നിന്നും കണ്ണിലേക്ക് ഉപ്പുവെള്ളം വന്നു. ചക്കയിൽ പ്ലാവുണ്ടായി. ചുണ്ടങ്ങിയുടെ കാതും കുത്തി പട്ടര വീട്ടിൽ കല്യാണം എന്ന പാട്ട് അമ്മാവും പണ്ട് പാടി തന്നിട്ടുണ്ട്. അജുവിനും മുഴുവനും ഓർമ്മയില്ല, എനിക്കുമില്ല. എല്ലാ നാട്ടിലുണ്ട് ഇങ്ങനത്തെ ഓരോ പാട്ടുകള്. അടുത്ത സാലി ജോൺ, ചെറുതോ വലുതോ ഏതെങ്കിലും നിങ്ങൾ പറിച്ചെടുത്തോളൂ എന്ന് പറയാൻ ഒരു കൂടപ്പിറപ്പ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഭാഗ്യം. എത്ര സ്നേഹമാണ് നിങ്ങളോട്. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ നമുക്ക് എന്നും ഓർക്കാനുള്ളത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ. എല്ലാവിധ ആശംസകളും. പിന്നെ മാമ്പഴം തിന്നുമ്പോൾ ക്യാമറ നോക്കി കഴിക്കല്ലേ, എനിക്ക് കൊതിയായിട്ട് പാടില്ലായിരുന്നു. ആ കൊതി തീർക്കാൻ ഞാൻ 2 ഡസൻ മാമ്പഴം പൈസ കൊടുത്ത് മേടിച്ചു. ഓക്കെ കേട്ടോ. അടുത്ത ഫാരിയ ബക്കർ, അടുത്ത ആഴ്ച വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ദീപാവലിയിൽ വന്നാൽ പച്ചക്കറി കിട്ടുമോ? അയ്യോ, ചുരിദാർ കിട്ടും, തുണികൾ കിട്ടും. അടുത്തത് ശ്രീജ ഗിരീഷ്, ചക്കേമേ പ്ലാവുണ്ടാവും, അതൊക്കെ നിസ്സാരം, അത് അജുവേട്ടനെ കൊണ്ടേ പറ്റൂ. അനിലേട്ടനെ പോലെ ഒരു സഹോദരനെ കിട്ടാൻ പുണ്യം ചെയ്യണം. അടുത്ത ശ്രീദേവി സുരേഷ്, ഇന്നലെ നിങ്ങളെ കാണാതിരുന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. വെടിക്കെട്ട് അപകട വാർത്ത കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു നാളെ വീഡിയോ ഉണ്ടാകില്ലെന്ന്. അപകടം നടന്ന സ്ഥലം അവിടെ അടുത്താണോ? തുളസിദാസിന്റെ രാമചരിത മാനസ് ആണ്. പിന്നെ ജഗ്ഗുവിന്റെ മറുപടി കേട്ട് ചിരി വന്നു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ്. അജുവേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? ചക്കേമേ പ്ലാവോ? എന്തായാലും ഒരുപാട് ചിരിച്ചു. കഴിഞ്ഞ ദിവസം കൃഷി സ്ഥലം കുറേ ദിവസമായി കാണിച്ചിട്ടെന്ന് ഓർത്തേ ഉള്ളൂ. അനിലേട്ടനെ കണ്ടതിൽ സന്തോഷം. അപകടം നടന്ന സ്ഥലം 10-20 കിലോമീറ്റർ ഉണ്ട്. അടുത്ത പ്രിൻസി കുര്യൻ, ഞാൻ ഇനി നിങ്ങൾക്ക് കമന്റ് ഇടുന്നില്ല. ഞാൻ ഒരു മത്തങ്ങാപ്പ റെസിപ്പി അയച്ചിട്ട് നിങ്ങൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തില്ലല്ലോ, ഞാൻ നിർത്തി. അത് ഞങ്ങൾ ഇട്ടു, ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുകൊണ്ട് പ്രിൻസി കുര്യൻ ഇട്ടു. അതിലെന്നിട്ട് അരിപ്പൊടി കുറഞ്ഞു, എന്നിട്ട് ശരിയായില്ല. നല്ല ടേസ്റ്റ് ഉള്ള സാധനമായിരുന്നു, പക്ഷെ അത് കട്ടയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയില്ല. അതിങ്ങനെ ലൂസായിട്ട് തന്നെ ഇരിക്കണ്ടായിരുന്നു. അടുത്തത് ഷർമിള റജി, 4 വർഷമൊക്കെ എന്ത്, 8 വർഷം പ്രണയം, പിന്നെ 18 വർഷം ദാമ്പത്യം. മഹേഷ് പറഞ്ഞ പോലെ അടിപൊളി, ബൈ ഗോഡ് ഗ്രേസ്. ഒളിച്ചോട്ടമല്ല കേട്ടോ, അടിപൊളി കല്യാണം. പിന്നെ ഞങ്ങൾ മുട്ടൻ അടിയും വെക്കും, അത് ഞാൻ. പരസ്പരം മനസ്സിലാക്കി അങ്ങ് ജീവിക്കുക. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എന്നെ കേൾക്കാൻ പുള്ളിക്കാരൻ സ്പേസ് തരുന്നുണ്ട്. പാവം, നല്ല ക്ഷമ. അന്നത്തെ പ്രണയം അത് ഇപ്പോഴും ഉണ്ട്. സോ വി ആർ ഹാപ്പി. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് അങ്ങോട്ട് ആസ്വദിക്കുക. അടുത്ത് ദൃശ്യ ബാബു, ഇന്നത്തെ വീഡിയോ ഫുൾ എനർജി ആയിരുന്നു. ഞങ്ങളും 10 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 8 വർഷമായി. ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എന്നെ നല്ല സന്തോഷം. മുകുന്ദൻ ഇല്ലേ, നോവലിസ്റ്റ്, എഴുത്തുകാരൻ മുകുന്ദനാണ് പറഞ്ഞിട്ടുള്ളത്, പ്രണയിക്കുന്നവർ ഒരിക്കലും വിവാഹം കഴിക്കരുതെന്ന്. വിവാഹം കഴിച്ചാൽ അന്ന് തീരും പ്രണയം. വിവാഹം കഴിച്ചാൽ അന്ന് ആ ദിവസം തന്നെ അവരെ പ്രണയം കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. അതേസമയം ഒരു കല്യാണം കഴിച്ചില്ല നിൽക്കുക, മരണം വരെ അവരെ ഓർക്കുന്നു, പരസ്പരം അവരാ പ്രണയം നിൽക്കുന്നു. അടുത്തത് ഒരു പ്രവാസി, ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇഷ്ടമായി, നല്ല ഓളം ഉണ്ടായിരുന്നു. അടുത്തത് ജെസ്സി ടാർസസ്, പാവം കുട്ടികൾ. സരിത എന്ത് പറഞ്ഞാലും അജു കേൾക്കില്ല. അജുവിൻ്റെ കളികൾ നല്ല രസമാണ് കാണാൻ, എല്ലാം കൊണ്ടും നല്ല വീഡിയോ. ശിവദാസ് അമ്പലപ്പറ്റ, അജുവിൻ്റെ കൂടാരം അടിപൊളിയാക്കാൻ മഹേഷ് എന്ന പാട്ടുകാരനും പെയിൻറ്റിങ്കാരനും പിന്നെ കൂട്ടുകാരനായ പെയിൻറ്റിങ്കാരനും ഒക്കെ കൂടി വന്ന് അടിപൊളിയാക്കാൻ തുടങ്ങി. ബാക്കി ഫിനിഷിങ് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പ്രസിദ്ധ ഹരി, അത് സർപ്രൈസ് ആണ്, പറയണ്ട എന്ന് പറയുമ്പോൾ എന്താ അജുവേട്ടൻ ഇത്ര വാശി, പറയുമെന്ന്. പാവം സരിത, ഞാനൊക്കെ ആണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല, സരിത ആയതുകൊണ്ടാണ്. അതന്നെ കറക്റ്റ്. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ, 10:40 അജുവേട്ടൻ്റെ വർത്താനം നിന്നുപോയ സീൻ. സൂപ്പർ വ്ളോഗ്, അടിപൊളി. എന്തേ
അതെപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. 10:40 നിന്ന് പോയത് എന്തിട്ടെന്ന് പറയും. ഞാൻ ഈ കമൻറ്റ് വായിച്ചപ്പോൾ അത് നോക്കി. എന്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വെച്ചതാണല്ലോ, നമ്മൾ ചായ കുടിച്ച് പരസ്പരം പരിചയപ്പെടാണ്ട് പരിചയമില്ലാത്തവർ കല്യാണം കഴിച്ചിട്ട് എങ്ങനെയാന്ന് ചോദിച്ചില്ലേ മഹേഷ്. വെറുതെ ഒരു ചായയും ജിലേബിയും തിന്നിട്ട് കല്യാണം ഉറപ്പിച്ച് വന്ന എങ്ങനെയാന്ന്. അപ്പോ രഞ്ജിത്ത് മേനോൻ, ഒരു ചെറിയ റെക്കമെൻഡേഷൻ, ആ കുട്ടിയുടെ ഭാര്യയെ അപ്പോയിന്റ് ചെയ്യൂ സരിതേ. അവർക്ക് ചെറിയൊരു വരുമാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് നല്ലതല്ലേ, അവർക്ക് അതൊരു സഹായമായിരിക്കും. നമസ്കാരം. ചോദിച്ചു, കുട്ടിയോട് ചോദിച്ചു, അവര് ദൂരെ കൂടുതലായിരുന്നു വരാൻ ഇഷ്ടമാണ്, പക്ഷെ കോലഴിയിലാണ് വീട്. കോലഴിയില് അരിമ്പൂരല്ലേ? അരിമ്പൂരാണല്ലേ. കോലഴിയില് മറ്റൊന്റെ വീടാന്നുണ്ടല്ലേ, ശിവയുടെ. കോലഴിയില് അരിമ്പൂരിൽ നിന്ന് അവര് വീട്, അവിടുന്ന് വരണ്ടേ, വളരെ ദൂരം, 2 ബസ് കയറി വരണം. അപ്പൊ 7 മണിക്കൊക്കെ കട അടച്ചിട്ട് എല്ലാ പ്രാവശ്യവും മഹേഷിന് ഈ വശത്ത് പണിയാവണമെന്നില്ലല്ലോ. ഈ വശത്താണെങ്കിൽ അവനെ കൊണ്ടുവന്നാക്കാം, കൊണ്ടുവരാൻ തിരിച്ചു പോവാം. അവനൊരു സ്ഥിരമായിട്ടുള്ളൊരു ജോലിയാണ് ഈ വശത്ത് എന്നുണ്ടെങ്കിൽ രണ്ടാൾക്ക് ഒരുമിച്ച് വരാം, ഒരുമിച്ച് പോവാം. ഇതല്ല, അവന് എവിടേക്കായിരിക്കും വർക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ബസ്സൊക്കെ കയറി അവിടെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ചോദിച്ചു, പിറ്റേ ദിവസം വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞ ഭാര്യ, എന്താ പറഞ്ഞ പറഞ്ഞു, അവൾക്ക് വരാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ദൂരാണ് പ്രശ്നം. അടുത്തത് ജയസ് മീഡിയ. ചേച്ചി, ചേട്ടനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടൻ വിചാരിച്ചതേ ചെയ്യൂ. ഇന്നാണെങ്കിൽ സപ്പോർട്ടിന് ആളുമുണ്ടല്ലോ, പിന്നെ പറയേ വേണ്ട. അതന്നെ ആ പിള്ളേര്. പിന്നെ ചേട്ടൻ എന്താണോ പറഞ്ഞത്, അതാ ഇപ്പൊ രാത്രി 12 മണിയാന്ന് പറഞ്ഞാൽ അതന്നെ അജു ചേട്ടാന്ന് പറയും. ഇപ്പൊ നട്ടുച്ചയെന്ന് പറഞ്ഞാൽ അതന്നെ അജു ചേട്ടാന്ന് പറയും. അതാണ് അവർ രണ്ടുപേരും. ബീന, അജു പറയുന്നത് കേട്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു. അവിടെ അടുത്തെങ്ങാനും ആയിരുന്നെങ്കിൽ വല്ലപ്പോഴും ഒക്കെ നിങ്ങളെല്ലാവരെയും കാണാമായിരുന്നു. വിനോദിനി കെ പി, എന്തിനാണ് ബെഞ്ചിനെ പറ്റി ഇങ്ങനെ ചണ്ട കൂടുന്നത്? ബെഞ്ചിന് വേറൊരു മേൽക്കൂര പണിയോ, പ്രശ്നം തീർന്നില്ലേ? അതിന്റെ മേൽക്കൂരയാണ് മരത്തിന്റെ ചില്ലകള്. ആ മരത്തുമെന്ന് ഇപ്പൊ തന്നെ ആ ഇതുകളില്ലേ, അത് റംബുട്ടാന്റെ ചില്ല നിൽക്കുന്നുണ്ട്. അതുമെന്ന് റംബുട്ടാന്റെ കായകള് ചില കുറെ ഉണങ്ങി അതുമല്ലിക്ക് വീണിട്ട് തന്നെ അതുമ്മ കറകള് വീണു തുടങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല. ശോഭ എപ്പോഴും ഉണ്ടാവില്ലല്ലോ, ഇതിപ്പോ കഴിഞ്ഞ് വലിയിടും. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വലിയിടും, പിന്നെ അത് കഴിഞ്ഞു. ശോഭ ദയാനന്ദ്, ശിവയും മഹേഷും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള മക്കളാണ്. സരിത നല്ല മീൻകറി, സൂപ്പർ. നിഷ്കളങ്കമായ മനസ്സാണ് അജുവിൻ്റെത്. അടുത്തത് ഷാനിൽ അമേയ. സരിത പറഞ്ഞപ്പോൾ അജുവിന് വാശി, ഇപ്പൊ തന്നെ അത് കാണിക്കണമെന്ന്. അടുത്തത് റിഹാൻ, ഓരോ കാര്യം പറയുമ്പോഴും സരിതയുടെ മുഖത്തേക്ക് നോക്കുന്ന അജു. പ്രതികരിക്കണ്ടോന്ന് അറിയാൻ വേണ്ടിയിരുന്നു. ഷേർലി മാത്യു, യു ട്രീറ്റിംഗ് പീപ്പിൾ ലൈക്ക് യുവർ ഓൺ. ദിസ് ജസ്റ്റർ ഈസ് മിസ്സിംഗ് ഇൻ പീപ്പിൾ നൗ എ ഡേയ്സ്. കീപ് ഇറ്റ് അപ്പ്. ചേട്ടന് ഓരോന്ന് അഭിനയിച്ച് കാണിക്കണില്ലേ, അതാവും കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാണ്. മേഴ്സി ജേക്കബ്, ഞങ്ങളുടെ തറവാട്ടിലും വാത്സല്യത്തിലെ പോലത്തെ തൊഴുത്തുണ്ടായിരുന്നു. കറവുള്ള 2 പശുക്കളും അതിൻ്റെ കുട്ടികളും ഉണ്ടായിരുന്നു. തൊഴുത്തിൻ്റെ കഥ കേട്ടപ്പോൾ ഞാനത് ഓർത്തു. ഞങ്ങളുടെ തൊഴുത്തിൽ ആഫ്രിക്കൻ ഭൂപടത്തിലെ പോലെ കുഴിയൊന്നും ഉണ്ടായിരുന്നില്ല. തറവാടിൻ്റെ മുന്നിൽ ആ തൊഴുത്തൊരു അലംഹസരം തന്നെയായി, അലങ്കാരം ഒരു അലങ്കാരം തന്നെയായിരുന്നു. എന്നും പാലും മോരും വെണ്ണയും നെയ്യും ഉണ്ടായിരുന്ന കാലം, അതൊക്കെ ഇന്ന് ഓർമ്മകൾ മാത്രം. പശുള്ള വീടുകളില് പാലും നെയ്യും മോരും വെണ്ണയും ഭയങ്കര ആർഭാടം പോലെ അവർക്കല്ലേ. നമുക്കൊന്നും വേറെ ആൾക്കാർക്ക് എവിടെയും പാല് കിട്ടാനില്ലല്ലോ. നമ്മളൊക്കെ കട്ടൻ ചായല്ലേ കുടിക്കുക, അവരെന്നും പാൽ ചായ കുടിക്കാൻ പറ്റും അവർക്ക്. അടുത്ത ബിന്ദു കലാസുധാകരൻ, ഗുഡ് മോർണിംഗ് അജു, സരിത, ജഗ്ഗു. അജുവിന് തൊഴുത്തുപുരാണം കേട്ട് ഒരുപാട് ചിരിച്ചു. കഥകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ അജുവിന് പ്രത്യേക കഴിവാണ്. ഉപമകളും നന്നാവുന്നുണ്ട്. ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുക. എല്ലാവിധ ആശംസകളും. കെടുന്നില്ലേ, പശു കെടുക്കണത് കാണിച്ചപ്പോൾ അവിടെ കെടുന്നു നിലത്ത്. മായ രാജേഷ്, അജുവേട്ട സരിത, അജുവേട്ടൻ തൊഴുത്തിനെ പറ്റി പറയുമ്പോൾ ഉദാഹരണങ്ങൾ കേട്ട് ചിരിച്ച് മണ്ണ് കപ്പി. PS, മണ്ണ് കപ്പി എന്നുള്ളത് തൃശ്ശൂർക്കാരുടെ ഒരു സ്ലാങ് ആണെന്ന് തോന്നുന്നു. ചിരിച്ച് മണ്ണ് കപ്പി എന്ന് പറയുന്നവള്. തപ്പി എന്നല്ല, മണ്ണ് കപ്പി എന്ന് പറയാ. ഞാൻ എന്നിട്ട് അത് കേൾക്കും, ആൾക്കാര് പറയുമ്പോ വിചാരിക്കാറുണ്ട് എന്തുട്ടാണ് ഈ ചിരിച്ച് പോയി മണ്ണ് കപ്പ എന്ന് പറഞ്ഞ എന്തുട്ടാണ് വറുത്തത്. നിലത്ത് കിടന്ന് ചിരിക്കണതാവൂല്ലേ, അതാവും വേണമെങ്കിൽ. അടുത്തത് ടെസ്സി പോൾ, നാരായണേട്ടനെ അന്ന് കണ്ടു ചോദിച്ചില്ലേ സ്ലോപ്പ് ശരിയായില്ലല്ലോ എന്ന്. നന്നായി ആളടുത്ത് മിണ്ടാൻ പറ്റില്ല നമുക്ക്. ആള് ഇതൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ ആള് വേറെ പണിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആവശ്യം ഇതിനെ ഇങ്ങനെ ചാലുകളാക്കി എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ലേ. എന്താ പറഞ്ഞ അവിടെ ഇട്ടിട്ട് പോവും, പിന്നെ വലിയ മിണ്ടാണ്ടിരിക്കാനുള്ളത്. അടുത്തത് ദീപ നിള, ദീപ KA നിള എന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടാ.
Now the place is more beautiful. Now your home and surroundings has become like a resort. Keep it up, Aju's world. അല്ലേ ഭംഗിയായത് അല്ലേ ഭംഗിയായില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു ചേട്ടാ? ചേട്ടൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭംഗിയായില്ലേ പറഞ്ഞൂടെ? ഭംഗിയായില്ലേ ഇന്ദിരാ വിജയൻ. അജുവിൽ നിന്നും കുറച്ച് അകലം നിൽക്ക സരുത്, ഇല്ലെങ്കിൽ ആളുടെ കൈ മുഖത്ത് കൊള്ളും. അത്ര സിംഗിൾ ഡാൻസ് ആണ്. അടുത്ത് സിജി രാജേഷ്. എന്നാ ഞാൻ ഒരു സത്യം പറയാം, ഞങ്ങള് ചോറ് കൊണ്ടുവന്നിട്ടില്ല. ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്ന കേട്ടപ്പോ മഹേഷും ശിവിയും പറഞ്ഞാണ് ഞങ്ങൾ സത്യം പറയാം ഞങ്ങൾ ചോറ് കൊണ്ടുവന്നിട്ടില്ലാന്ന്. എന്നോട് അവരങ്ങനെ പറഞ്ഞ കൊണ്ടുവന്നിട്ടില്ലാന്ന്. അവര് പോണ വഴിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കഴിക്കാന്ന് വിചാരിച്ചു, വേറെ സ്ഥലത്ത് പണിയുണ്ടെന്ന്. അങ്ങനെ നാളെ തൃശ്ശൂർ പൂരമാണ്. ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവോ? പോവില്ലേ? എന്നാ ഞാൻ ഇന്ന് പോകുന്നില്ല, നാളെ പോവും. അപ്പൊ നമുക്ക് നിർത്താട്ടാ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.